ദൈവജ്ഞാനം കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നമ്മൾ പറഞ്ഞ സഹോദരനുണ്ടല്ലേ, എന്നാ പേര്, അനിൽ പറഞ്ഞൊരു വിഷയമുണ്ട്. അതായത് അനിൽ അദ്വൈതം. അദ്ദേഹം എന്താ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ മകള് 12 വയസ്സുണ്ട്. 12 കൊല്ലമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൾക്ക് ചെവിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഒലിക്കുകയാണ്. ഭയങ്കര ദുർഗന്ധമായിരിക്കും, 2 ചെവിയിൽ നിന്നാണ്. അപ്പോൾ കാണിച്ച ഡോക്ടർമാരെല്ലാം പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ സാങ്കേതിക ജ്ഞാനം ഉള്ളവർ കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്, അത് ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ 2 ചെവി ഓപ്പറേഷൻ ചെയ്താൽ ഇതിന് കേൾക്കാൻ പറ്റുമോ, എത്ര ശതമാനം കേൾക്കാൻ പറ്റും, അത് ഡോക്ടർമാർക്ക് പറയത്തില്ല. അവർക്കറിയത്തില്ല എത്ര ശതമാനം ഇത് കേൾക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് കേട്ട് കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. സയൻസ് അല്ലേ, ഹൈപ്പോത്തിസിസ് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ ഏഷ്യയിലെ ഏറ്റവും നല്ല ENT അടുത്ത് കൊണ്ടുപോകും, മനോജ് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അപ്പോൾ മനോജ് ഡോക്ടറും പറയും ഇത് 2 ഓപ്പറേഷൻ ചെയ്യണം, അത് ആ പാട നമ്മൾ കൃത്രിമമായിട്ട് വെക്കണമെന്നൊക്കെ പറയും. അതാണ് നമുക്ക് സാങ്കേതികമായി കേൾക്കണത്. പക്ഷേ കർത്താവിൻ്റെ ചെവി കൊടുത്ത് കേൾക്കുമ്പോൾ വേറെ വിഷയമാണ്. അവർ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ പറയും ഇത് ഓപ്പറേഷൻ വേണ്ട, കർത്താവ് ഇത് സുഖപ്പെടുത്തിക്കൊള്ളൂ എന്ന് പറയും. അത്രേ ഉള്ളൂ കേൾക്കണത്. ആ ചെവി അന്ന് തന്നെ പഴുപ്പ് അവസാനിക്കും. ഇന്ന് വരെ പിന്നെ പഴുപ്പ് വന്നിട്ടില്ല. ആ സാക്ഷി ഇന്നിടുന്നുണ്ട്, നിങ്ങളെ പോയി ഇന്ന് കാണണം കേട്ടോ. ആ സാക്ഷ്യം അതിൻ്റെ കർത്താവിന് ചെവി കൊടുത്ത് കേൾക്കണം എന്ന് പറയും. അതിൽ ലോകത്തിൻ്റെ ജ്ഞാനമല്ല. അപ്പോസ്തലിക കാലത്തെ സഭയുടെ അഭിഷേക ആ ഡൈമെൻഷൻസ് കുറയുകയും ലോകത്തിൻ്റെ ജ്ഞാനം വളർന്നപ്പോൾ അത് എടുത്തിട്ട് ആത്മാക്കളുടെ ആഫ്റ്റർ ഓൾ നമ്മൾ ആ ഒരു മനുഷ്യൻ്റെ കാര്യം സാങ്കേതികമായി മാനസികമായി കേട്ടത് കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ദൈവം എന്താ നോക്കണത്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശിക്കപ്പെട്ടൊരു സാഹചര്യമുണ്ട് ഇവിടെ. ആ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട സാഹചര്യത്തിന് ദൈവപിതാവ് കൊടുത്ത മറുപടിയാണ് കർത്താവിൻ്റെ പുനരുദ്ധാനമെങ്കിൽ ആ യേശുക്രിസ്തുവിൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് ക്രൂശിക്കപ്പെട്ടതെങ്കിൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരം ഞാൻ ചെയ്യുന്നതിന് പകരം അവൻ ഏറ്റെടുത്തെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ ഉയർത്തുന്നപ്പോൾ എനിക്ക് പങ്കാളിത്തം ലഭിക്കുമെങ്കിൽ അതാണ് നിത്യത എന്ന് പറയുമ്പോൾ നിത്യതയാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. നിത്യതയ്ക്ക് പ്രയോജനമില്ലാത്ത ഒരു വ്യക്തികളുടെ സാങ്കേതിക ജ്ഞാനവും ദൈവം തള്ളിക്കളയും. അതുകൊണ്ടാണ് ബുദ്ധിമാന്മാരെ അവിടെ ബുദ്ധികൾ തന്നെ ദൈവം കുടുക്കിയെന്ന് പറയുന്നത്. അത്ര കുടുക്കിലാണ് സഭ കിടക്കുന്നത്. സഭയുടെ പല സാങ്കേതിക കൗൺസിലിംഗ് സംഭവങ്ങൾ കിടക്കുന്ന അവസ്ഥ ഇതാണ്. അവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഈ വ്യക്തി യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ഇവൻ സാക്ഷ്യം വഹിക്കുമോ? കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഭാഗമായി ഇപ്പം അനിലിൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അനിൽ എന്താ പറയണത്? ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഉടമ്പടി പാലിച്ചുകൊണ്ടിരുന്നു. ഞാൻ അരമണിക്കൂർ വചനം വായിക്കണമല്ലോ. ഞാൻ വചനം വായിക്കാനും തുടങ്ങി വൈഫിൻ്റെ കൂടെ. അപ്പോഴൊരു വചനം എന്നെ വല്ലാതെ അങ്ങ് സ്പർശിച്ചു. അപ്പോൾ ഞാൻ ഓർത്തത് നല്ല വചനങ്ങൾ, ഇപ്പോൾ പെട്ടി വചനങ്ങളുണ്ടല്ലോ, പെട്ടി വചനങ്ങളെന്ന് പറഞ്ഞ സാധനമില്ലേ, എന്നുവെച്ചാൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഈ പെട്ടി പറഞ്ഞ വചനങ്ങളുണ്ടല്ലോ, എന്നിട്ട് നമ്മളിങ്ങനെ തത്തച്ചിട്ടെടുക്കുന്ന എടുത്ത് നോക്കത്തില്ലേ, അല്ലേ? നിനക്ക് സമാധാനം, അല്ലേ? ഞാൻ വചനപ്പെട്ടിയാണ് പെട്ടി വചനം. ഈ പെട്ടി വചനം മനുഷ്യനെ ശരിക്കും തട്ടിപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അതെന്നിട്ട് അതിനകത്തെല്ലാം നല്ലതാണ് എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല എഴുതി കിടക്കുമ്പോൾ വഞ്ചനയാണ് ശരിക്കും പറഞ്ഞാൽ. നിന്നെ ഒരിക്കലും മാനസാന്തരപ്പെടുത്തത്തില്ല. നിനക്ക് തിന്മയുണ്ടെങ്കിൽ, നിനക്ക് പാപമുണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ വഴികളിൽ അല്ലെങ്കിൽ നിന്നെ തിരിച്ചു വിളിക്കത്തില്ല. നീ എല്ലാ പാപങ്ങളിലും തിന്മകളിലും അഴിമതികളിലും അനീതികളിലും ആഭിചാരങ്ങളും വ്യഭിചാരങ്ങളും മുഴുകുമ്പോഴും നിനക്ക് ആശീർവാദം നൽകിക്കൊണ്ടിരിക്കും പെട്ടിവചനങ്ങൾ. പക്ഷേ അതുകൊണ്ടാണ് പെട്ടിവചനങ്ങൾ മാനസാന്തരപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ, ഞാനതിനെ നിഷേധിക്കുന്നില്ല, ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് വചനം, അത് വചനം തന്നെയാണത്. പക്ഷേ വചനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന ആത്യന്തികമായ ലക്ഷ്യങ്ങളെ അത് സാധീകരിക്കത്തില്ല. മനസ്സാന്തത്തിലേക്ക് നിന്നെ നയിക്കുന്നില്ലെങ്കിൽ വചനങ്ങൾ ഒരു ഭാവുകങ്ങളായി മാറും. ഭാവുകം എനി ഫുൾ ക്യാൻ ഗീവ് യു എക്സെപ്റ്റ് ഗോഡ്. കാര്യം എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ആർക്കും ഭാവുകം നൽകാം. ഭാവുകം നൽകിക്കൊണ്ട് നിന്നെ എത്ര കാലം ദൈവത്തിന് കൊണ്ട് നിർത്താൻ പറ്റും? ഈ ജീവിതത്തിൻ്റെ അവസാനം വരെ നിർത്താൻ പറ്റുമെന്ന് കരുതി കഴിഞ്ഞാൽ അതിനപ്പുറമുള്ള ജീവിതത്തിന് ആരാണ് മുതൽ മുടക്കാൻ പോണത്? നോബഡി. അതുകൊണ്ടാണ് കലേബിനെ കുറിച്ച് പറയണത്. എന്താ പറയണത്? കലേബിനെ നയിച്ച ആത്മാവ് വ്യത്യസ്തമായിരുന്നു. എന്താണ് വ്യത്യസ്തം? അവൻ പൂർണ്ണമായി എന്നെ അനുഗമിച്ചെന്ന്. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സംഖ്യ 14:24. ഒന്നിനു പറഞ്ഞേ. സംഖ്യ 14:24. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. പറഞ്ഞേ. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. അത് കാണുകയില്ല. വാഗ്ദാന ഭൂമി കാണുകയില്ല, നിയോഗം പ്രാപിക്കത്തില്ലെന്നാണ് പറയണത്. വായിച്ചോളൂ.
എന്നാൽ എന്റെ ദാസനായ കാലേബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. അപ്പൊ ചൈതന്യം വ്യത്യസ്തമായിരുന്നു പറഞ്ഞിട്ട് എന്ത് ചൈതന്യമാണ് വ്യത്യസ്തമായത്? അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. അപ്പൊ അനുഗമിക്കുന്നതിന്റെ വിഷയത്തിൽ ഒരു ഉടായ്പുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്താണ് സംഭവം? ദൈവം അംഗീകരിക്കുന്ന അനുഗമിക്കലുണ്ട്, ദൈവം അംഗീകരിക്കാത്ത അനുഗമിക്കലുണ്ട്. കാലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. കാരണം എന്താണ്? അവരെന്നെ പൂർണ്ണമായി അനുഗമിച്ചെന്ന് പറയുമ്പോൾ there is a position of the ഭാഗികമായ അനുഗമം. എന്താണ്? ഒരു പൊസിഷനുണ്ട്. എന്താണ്? ഭാഗികമായി വേണമെങ്കിൽ നമുക്ക് ദൈവത്തെ അനുഗമിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അനുഗമിക്കുന്നതിൻ്റെ കാര്യത്തിൽ ചൈതന്യത്തിൻ്റെ വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ ദൈവത്തെ ഭാഗികമായിട്ടേ അനുഗമിക്കത്തുള്ളൂ. നന്മകളൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ജോലി, വീട്, വിവാഹം എല്ലാം കിട്ടുമ്പോൾ യേശുവേ സ്വസ്ത്രം എന്ന് പറഞ്ഞിട്ടിരിക്കും. ഭാഗികമായി തിന്മകളെങ്ങാൻ കടന്നു വരുമ്പോൾ പ്രാർത്ഥനയുമില്ല, പള്ളിയുമില്ല, കൂദാശയുമില്ല, ഒന്നുമില്ല. ഭാഗികമായ അനുഗമിക്കലേ. കുരിശുണ്ടാവുമല്ലോ. ഉത്ഥാനത്തിലേക്കും മഹത്വത്തിലേക്കുള്ള വഴികളിൽ എവിടെയെങ്കിലും കുരിശും മുൾക്കിരീടവും നെഞ്ചത്തൊക്കെ എടുത്തൊക്കെ ഉണ്ടാവും. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് കുരിശിനെ ഏറ്റെടുക്കുന്നവർ ഇപ്പം തന്നെ ഈ അനൂപിൻ്റെ സാക്ഷ്യം, അനിലിൻ്റെ സാക്ഷ്യം പിന്നെയും കൃത്യമാകുന്നത്. അനൂപ് വേറൊരു കാര്യം പറയുന്നുണ്ട്. ശ്രുതിയുടെ മക്കളെ, അതായത് ഈ 9:23-24 മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഇവരുടെ ഭാര്യ വായിക്കുകയാണ്, വചനം വായിക്കുകയാണ്. അപ്പോൾ ഈ ഭാര്യ വചനം വായിക്കുമ്പോൾ ഒരു വചനം വല്ലാണ്ടിങ്ങനെ അനിലിനെ ക്യാച്ച് ചെയ്യും. സാധാരണ ഞാൻ ഓർക്കും ആരെയും ക്യാച്ച് ചെയ്യാത്ത വചനമാണ് ഇവനെ ക്യാച്ച് ചെയ്യണത്. എല്ലാവരെയും ക്യാച്ച് ചെയ്യണ വചനങ്ങൾ നല്ല ധൈര്യമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. നമ്മുടെ കൂടെ ദൈവം ഉണ്ടല്ലോ. പക്ഷേ ദൈവം ഇല്ലാത്ത സമയമുണ്ട്. ഇല്ലാത്ത സമയത്തെക്കുറിച്ച് പറയുന്ന വചനങ്ങളാണ് അനിലിനെ ക്യാച്ച് ചെയ്യണത്. 9:43 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ. ഒരു മനുഷ്യനെ സ്വാധീനിച്ച വചനം കേട്ടില്ലേ? മർക്കോസ് 9:43 എന്താ പറയണത്? നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക. അടുത്ത വചനം വായിക്കൂ. ഇരു കൈകളും ഉള്ളവനായി നരകത്തിലേക്ക് കെടാത്ത അഗ്നിയിലേക്ക് നിബദിക്കുന്നതിനേക്കാൾ ഭേദം അംഗഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നിത്യജീവനെ കുറിച്ചാണ് പറയണത്. നിത്യജീവനെക്കുറിച്ച് പറയുന്ന വചനങ്ങളിൽ അംഗഹീനത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലമോ നിത്യജീവൻ എന്ന് പറയുമ്പോൾ ഈ നിത്യജീവൻ ഇവൻ്റെ തലക്ക് പിടിച്ചതിന് ശേഷം അവൻ പറയുകയാണ്, പാപത്തിന് വേണ്ടി വെറുത്ത് ജീവിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഞാൻ സഹിക്കാനുള്ള ശക്തിയാണ് കർത്താവിക്ക് തന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്റെ നല്ല ശിഷ്യരാക്കിയിരുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിലും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതാണ് ഈ വിഷയം. എന്താ വിഷയം? നമുക്ക് ദൈവത്തെ രണ്ട് തരത്തിൽ അനുഗമിക്കാൻ പറ്റും. ഒന്നെന്താണ്? പൂർണ്ണമായി കാലേബിനെ പോലെ അനുഗമിക്കും. പൂർണ്ണമായി അനുഗമിക്കുക എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? ഇടയ്ക്ക് തിരിച്ച് പോകണമെന്ന് തോന്നാതെ അനുഗമിക്കുക. യേശുവിനെ അനുഗമിക്കുന്നതിൽ ഇപ്പോൾ ഇവനെന്താ പറയണത്? അനിൽ എന്താ പറയണത്?
ഞങ്ങളുടെ വീട്ടിൽ കക്കൂസെ പാത്തിരുന്ന ദിവസങ്ങളുണ്ട്. എന്താ കാര്യം? കടക്കാർ, ഭയങ്കര കടക്കാരാ. കടക്കാർ വന്ന് മുടിഞ്ഞ് ഇവരെ വീട് വളയും. റെയ്ഡ് ചെയ്യണ പോലെ വീട് വളയുമ്പോൾ ഈ മനുഷ്യൻ പോയി കക്കൂസെ പാത്തിരിക്കും. ഓരോ മനുഷ്യന്മാർ ജീവിക്കണ ജീവിതം കണ്ടില്ലേ? അതിൻ്റെ വൈഫ് പുറത്തേക്ക് പറയും, അനിലിവിടെ ഇല്ല, അനിൽ പുറത്ത് പോയിരിക്കണം എന്ന് പറയും. അങ്ങനെ കുറേ നേരം അവർ നിന്ന് വെച്ചാൽ അവർ പുറത്ത് പോകും. ഇങ്ങനെ എത്ര പ്രാവശ്യം ഞാൻ കടക്കാരെ പേടിച്ച് കക്കൂസെ പാത്തിരുന്നിട്ടുണ്ട്. അന്ന് എൻ്റെ കർത്താവിനോട് ഞാൻ ഉടമ്പെടുത്തപ്പോൾ ഇത്തേ പറഞ്ഞോളൂ, എൻ്റെ തുഴച്ച് കൊണ്ട് കുടുംബം കടമായിട്ടാണ് പോണത്. എൻ്റെ വൈഫിനൊരു 7,000 രൂപ കിട്ടുന്ന ജോലി കൊടുത്താൽ ഞങ്ങൾ കടക്കാരെ പേടിച്ച് കക്കൂസെ പാത്തിരിക്കാൻ ജീവിക്കാൻ പറ്റും. ആ ഉടമ്പടി ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഉടമ്പടിക്ക് കണ്ണ് നിറഞ്ഞു പോകും നമ്മുടെ. ആ മനുഷ്യൻ 70,000 രൂപ ചോദിക്കണത്. 7,000 രൂപയുടെ ജോലി എൻ്റെ വൈഫിന് നീ ഒരു മാസം കൊടുത്താൽ എനിക്ക് കക്കൂസ് കഥ കിടക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ ഒരു ചങ്കയെ കൊണ്ട് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തിരിക്കുന്നത് അറിയാമോ? ആ വൈഫിന് കൊടുത്തിരിക്കുന്ന ജോലി നിങ്ങൾ നോക്കണം. ഒരു മാസം 2 ലക്ഷം രൂപയുടെ ജോലി കൊടുത്തിരിക്കണം. ശ്രുതികടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞാൻ വെളുപ്പിന് 4 മണിക്ക് സാക്ഷ്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. 7,000 രൂപ ചോദിക്കുമ്പോഴേ നമുക്ക് 10 ഇരട്ടി 70,000 ആക്കിക്കൊള്ളുക. ഇതങ്ങനെയല്ലല്ലോ. 30 ഇരട്ടി കൊടുക്കണം. 30 ഇരട്ടി ഒന്നുമല്ല. എത്രയാണെന്ന് നിങ്ങൾക്ക് പിടിയില്ല. നിങ്ങൾ സാക്ഷ്യം ഒന്ന് കേൾക്കണം കേട്ടോ. പക്ഷേ ഈ മനുഷ്യൻ ഇങ്ങനെ ഇത്രയും ആ ജീവിതത്തിൽ നിന്നെല്ലാം ഈ ഉടമ്പടി, അതാണ് ഈ ഉടമ്പടിയിൽ ഇങ്ങനെ ആളിങ്ങനെ എല്ലാ ദിവസവും കൂടും. കാര്യം അനിലെന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യാനി അല്ല. അതാണ് രസം. നമ്മളെ ഞെട്ടിപ്പിച്ചുള്ള പ്രശ്നം ഇതാണ്. ഫ്രഷ് ഹാൻഡാണ്. അതിനാൾ പറയുന്നുണ്ട്, അമ്മയടുത്ത് വന്നപ്പോൾ അമ്മയാണ് ഈശോനെ എന്നെ കാണിച്ചു തന്നത്, ഈശോയാണ് നിത്യജീവൻ എന്നെ കാണിച്ചു തന്നത്. ശ്രുതിക്കട്ടെ. ബോധ്യങ്ങൾ നൽകുന്ന ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഉടമ്പടി ഇങ്ങനെ സഞ്ചരിച്ച് അങ്ങോട്ട് പോകും. നിത്യത വരെ സഞ്ചരിച്ച് പോവുകയാണ്. ചുമ്മാ കണ്ണീരിൻ്റെ ഒരു കടലിൽ നിന്ന് ഈ മനുഷ്യൻ കരകയറിയിട്ട് സ്വർഗത്തിൻ്റെ ഒരു തീരത്തങ്ങ് നീന്തി കയറുകയും അത്ര കണ്ട് മനോഹരമായ ഒരു പദ്ധതിയാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിപരമായി മനുഷ്യന്മാരെ കീഴടക്കുന്നത് എന്താണ്? സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം കേട്ടാൽ ആരാണ് കർത്താവിനെ വിശ്വസിക്കാത്തത്? ഇങ്ങനെ ഒരു സാക്ഷ്യമാണ്. എത്ര സാക്ഷ്യങ്ങളാണ്. ഇപ്പോൾ സാക്ഷ്യങ്ങളെല്ലാം കാണുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറയണത്. എന്താ കാര്യം? ഇതിൽ ദൈവത്തിന് പ്രയോജനമുള്ള 2 കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് പ്രയോജനമുള്ളതാണ്. അതിന് ബുദ്ധിപരമായിട്ട് ഉടമ്പടിയാൽ നിങ്ങളെ ദൈവത്തിന് പ്രയോജനമുള്ള 2 കാര്യങ്ങളേ ഇതിനകത്തുള്ളൂ. ഒന്നെന്താണ്? നിങ്ങൾ പത്രം മേടിച്ച് വിതരണം ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ച് വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിനെ അറിയാത്തവർ അറിയും. അതാണ് ഇതിൻ്റെ ആകപ്പാടെ ഉള്ളത്. ഇത് പിന്നെ ബാക്കിയെല്ലാം നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. നമ്മുടെ വിശുദ്ധീകരണം തീർച്ചയായിട്ടും ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ പാപങ്ങൾ ഒഴികെ നമ്മൾ ജീവിക്കുന്നതും വിശുദ്ധിയോടെ ജീവിക്കുന്നതും പരസ്നേഹത്തോടെ ജീവിക്കുന്നതും വിശ്വാസത്തോടെ ജീവിക്കുന്നതും. പക്ഷേ വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, നിങ്ങളുടെ വിശ്വാസത്തിന് തന്നെ പലതരത്തിലുള്ള വിശ്വാസത്തിൻ്റെ പരിമിതികളുണ്ട്. ശരിക്കും വിശ്വാസം കൊണ്ട് മാത്രം ഉടമ്പടി നമുക്ക് പൂർണ്ണമായിട്ട് യേശുവിനെ അനുഗമിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ ആ വിശ്വാസത്തിൻ്റെ പരിമിതിയാണ്. വിശ്വാസം കൊണ്ട് മാത്രം നമ്മൾക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ നിയോഗങ്ങൾ നടക്കും. പക്ഷേ വിശ്വാസം കൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായി കാലേബിനെ നയിച്ച അരൂപി വ്യത്യസ്തമായിരുന്നു എന്നും 14:24 വായിക്കും. സംഖ്യ 14:24 വായിച്ചില്ലേ?
കാലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്ന കാര്യം എന്താണ്? അവൻ പൂർണ്ണമായി എന്നെ അനുഗമിച്ചു. ഈ പൂർണ്ണമായി അനുഗമിക്കണതുണ്ട്, അതേസമയം തന്നെ ഭാഗികമായി അനുഗമിക്കണത്. ഈ ഭാഗികമായി അനുഗമിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഗുഡ് ബൈ പറയും. അതാണ് വിഷയം. അതാ ഭാഗിക അനുഗമനം. ഇപ്പോൾ നിങ്ങളുടെ മകളെ കെട്ടിക്കണ വിഷയമാണ്. മകൾ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മുങ്ങിക്കളയും. മനസ്സിലല്ലേ? ക്രിസ്ത്യാനികളൊരു വർഗ്ഗമുണ്ട്, ഏത് ചീക്കത്തോട് കണ്ടാലും ആൾക്കാർ മുക്കിയെടുക്കുന്ന വർഗ്ഗമുണ്ട്. അതുപോലെ മുങ്ങണ പാർട്ടിയുണ്ട്. ഇത് സംഭവം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ കാര്യം കണ്ടാൽ അവരപ്പം തന്നെ മുങ്ങിക്കളയും. അതാണ് ഭാഗികമായ അനുഗമനം എന്ന് പറയുന്നത്. യേശുവിൻ്റെ കൂടെ മുന്നേ പോകും. ഞാൻ വെച്ചത് ജോലിയുടെ കാര്യമാണ്. ജോലി കിട്ടിയില്ല, തീർന്ന്. പക്ഷെ പിന്നെ ഒന്ന് പൊങ്ങണ്ടേ? എപ്പോഴെങ്കിലും മുങ്ങിക്കിടന്നാൽ പറ്റുമോ? ദൈവത്തിൻ്റെ തിരുസന്നിധി മുങ്ങിക്കിടക്കാൻ പറ്റത്തില്ല, ഇടയ്ക്ക് പൊങ്ങണ്ടേ? പൊങ്ങാൻ പിന്നെ ശ്വാസം എടുക്കേണ്ടി വരികയില്ലേ? ആ പൊങ്ങേണ്ടി വരുമ്പോൾ നമുക്കറിയാം, ദൈവത്തിന് അറിയാം, ഇത് കാലേബല്ല, ഭാഗികമായ അരുവിയേ ഉള്ളൂ, തിരിച്ചുപോക്ക് കയറത്തിയാണെന്ന് പറയും. തിരിച്ചു പോണ ആൾക്കാരുണ്ടാവും, കാര്യം കണ്ടു കഴിയുമ്പോൾ തിരിച്ചു പോകും. ഈ ഉടമ്പടിയിൽ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അങ്ങനെ ഉടമ്പടിയിൽ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. കാര്യം കാണുമ്പോൾ തിരിച്ചു പോകും. കാര്യം കണ്ടു കഴിയുമ്പോൾ 2 സാക്ഷ്യവും പറഞ്ഞ് ആൾക്കാർ തിരിച്ചു പോകും. പിന്നെ പഴയ അരുവിയില്ല, ജീവിതമില്ല. പിന്നെ പറ്റിക്കലും ആൾക്കാരെ തട്ടിക്കലും പഴയ ലോക ജീവിതവും ഒക്കെ ആയിട്ട് അവർ പഴയ ലോകത്തിലേക്ക് പോകും. പോകാത്ത ഒത്തിരി പേരുണ്ട്. പക്ഷെ പോകുന്നവരെ കുറിച്ചാണ് ബൈബിൾ പറയണത്. ആരാണ് തിരിച്ചു പോണത്? അവരെക്കുറിച്ച് കർത്താവ് പറയുന്നത്, നീ എൻ്റെ വാഗ്ദാന നാട് നീ കാണത്തില്ലെന്ന് പറയുന്നുണ്ട്. കാര്യം നിത്യത വരെ നിനക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടി, പക്ഷേ ഈ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ട്, തിരിച്ചു പോകാനുള്ള പ്രവണത. എന്തെങ്കിലും ഇങ്ങനെ ഉടമ്പടി ജീവിക്കാൻ പറ്റുമോ? മനുഷ്യന് ജീവിക്കണ്ടേന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്മോളൊക്കെ അടിച്ച് പഴയ രീതിയിൽ പോകും ചില ആൾക്കാർ. അപ്പോൾ എന്താ വെച്ചാൽ അവരല്ലെങ്കിൽ പൗശന്യവും പക, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നതയൊക്കെ ആയിട്ട് പഴയ ലോകത്താനായി പോകും. പിന്നെ കുമ്പസാരമില്ല, കുർബാനയുമില്ല, പഴയ ജീവിതത്തിലേക്ക് പോകും. തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അതാണ് പറയണത്, കാലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് എന്ന് പറയാൻ കാരണം എന്താണ്? അവൻ പൂർണ്ണമായിട്ട് എന്നെ ശ്രുതികട ഹല്ലേലൂയ. സംഖ്യ 14:24. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്, അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്, അവനെന്നെ പൂർണ്ണമായി എന്ന് പറഞ്ഞ് അവനെന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. അപ്പൊ പൂർണ്ണമായി അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചു പോകാത്തതിനെയാണ്. ഉടമ്പടി ചൈതന്യങ്ങളിൽ നിന്ന് തിരിച്ചു പോകാത്തതിനെയാണ്. ഇപ്പം ഞാൻ ഓർക്കുകയെ, നമുക്ക് 10 ലക്ഷം സബ്സ്ക്രിപ്ഷൻ ഇല്ലേ? പക്ഷെ ഉടമ്പടി ധ്യാനം കൂടുന്ന 3 ലക്ഷം പേരാണല്ലോ. ബാക്കി 9 ലക്ഷം പേരെന്ത് തിരിച്ചു പോയി? അത് കറക്റ്റല്ലേ? ഉടമ്പടി കാലം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചുപോയി. തിരിച്ചു പോകാത്ത ആൾക്കാരുണ്ട്. ഇപ്പോഴും ആ പഴയതുപോലെ അതേ ചൈതന്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ നമുക്ക് 10 ലക്ഷം സബ്സ്ക്രിപ്ഷൻ ഇല്ലേ? പക്ഷേ ഉടമ്പടി ധ്യാനം കൂടുന്ന എത്ര പേരാണ്? ഒരാഴ്ചയിൽ 3 ലക്ഷം പേര്. ബാക്കി 7 ലക്ഷം പേരെന്തേ? അവരാ പഴയ ചൈതന്യത്തിൽ നിന്ന് തിരിച്ചു പോയിരിക്കണം. തിരിച്ചു പോയതിനെക്കുറിച്ച് എന്താ ബൈബിൾ പറയണത്? അവരെ നയിച്ച ചൈതന്യം കലേബിൻ്റെ ചൈതന്യമല്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കണത്? അവർ വാഗ്ദാന നാട് പ്രാപിക്കുകയില്ല. ശ്രുതികട ഹല്ലേലൂയ. ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മേരി. ഞാൻ കൂടാലപ്പാട് പെരുമ്പാവൂരടുത്തുനിന്ന് വരുന്നു. ഞാൻ 2018 മാർച്ച് 13 ഉടമ്പടി എടുത്തത്. അന്ന് പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്കമാലി LF ആസ്പത്രിയിൽ ശ്വാസകോശത്തിൽ ഇൻഫെക്ഷനായിട്ട് കുറേ ദിവസം കിടന്നു. ആൻറ്റിബയോട്ടിക്കൊക്കെ മാറി ചെയ്തു. അവിടെ അവസാനം ഡോക്ടർമാർ, എൻ്റെ ചേച്ചി, നിങ്ങൾ പുറത്ത് വല്ല തേങ്ങയും വീണോ എന്ന് വരെ എന്നോട് ചോദിച്ചു. ഇത് മാറാതായി. എനിക്കാണെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്തു, മരുന്നും കയറാതായി. ഇവർ മാറി ഇഞ്ചക്ഷൻ ചെയ്ത് വിഷമിച്ച് ഞാൻ എന്നാൽ വീട്ടിൽ പോയിട്ട് വരാം സാറേ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വീട്ടിൽ പോയി. പിന്നെയും വീണ്ടും ഒന്നും സംസാരിക്കാൻ പറ്റണില്ല, വായ തുറക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ പറയാം, എൻ്റെ ഈശോയെ, ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയിട്ട് മരിക്കാൻ അത്രയ്ക്കും രക്ഷയില്ല എന്നുള്ള രീതിയിലാണ് അവിടുന്ന് വിട്ട് വേറെ ഡോക്ടറെ കണ്ടു. അപ്പോഴും വീണ്ടും അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. വീട്ടിൽ അപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ 5 കുഞ്ഞു പിള്ളേർ, 2 മക്കൾ, അവരാണെങ്കിൽ ചികിത്സയിലാണ്. അപ്പോൾ അവിടെ അരിത്ത് നിൽക്കാൻ ആളില്ല. ആ സമയത്ത് LFൻ്റെ അടുത്ത് തന്നെയാണ് അനീത്തിയുടെ വീട്. അവിടെ പോയി താമസിച്ചു.
പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ LF-ലേക്ക് അങ്ങോട്ട് ചെല്ലാലോ എന്നും പറഞ്ഞാണ് അവിടെ താമസാക്കിയത്. ആ സമയത്ത് എനിക്ക് ഇവിടുത്തെ ഒരു പത്രം കിട്ടി. അപ്പോൾ ഞാൻ അനിയത്തിയോട് പറഞ്ഞു, നീ അന്ന് എനിക്കൊന്ന് വേണ്ടി അന്നൊന്നും ഇവിടെ ഇത്രയും പ്രചാരമല്ല, എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഇവിടേക്ക് വരാനും പേടി, അത്ര ദൂരം 3.5 മണിക്കൂറിലധികം യാത്രയുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനും വഴി അറിയില്ല, എങ്ങനെ പോവാ? അപ്പോൾ ഞാൻ പറഞ്ഞു, നിന്നെ ഞാൻ അവിടെ കൊണ്ടുവന്നാക്കാം, ഞാനും കൂടി അവിടെ ധ്യാനത്തിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞാണ് രാത്രി കിടന്ന്. ഒരു പാതിരയായി, ഞാൻ ഉറങ്ങണില്ല ചുമ കൊണ്ട്. എന്നിട്ടിപ്പോൾ ഞാൻ വിചാരിച്ചു, എങ്ങനെയായാലും മരിക്കും, ഇനി ധ്യാനത്തിന് പോയിട്ട് മരിക്കുകയാണെങ്കിൽ അവിടെ മരിച്ചോട്ടെ. വീട്ടിൽ പറയണില്ല, വീട്ടിലറിഞ്ഞ ഒരാളും അറിഞ്ഞാൽ എന്നെ അങ്ങനെ ദൂരേക്ക് ഇത്രയും അവസ്ഥയിൽ വിടില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലേക്കൊന്നും വിളിച്ച് പറഞ്ഞില്ല, സൂത്രത്തിൽ പോകുന്നതാണ്. ഇവിടെ വന്ന് ഇവിടെ 3 ദിവസത്തെ ധ്യാനത്തിന്, ഇവിടുത്തെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അന്ന് അത്രയും പ്രചാരമില്ല. അപ്പോൾ ഞാൻ ധ്യാനത്തിന് കൂടാൻ വേണ്ടി എല്ലാ സാധനങ്ങളും കൊണ്ട് വന്നേ. അപ്പോൾ ഇവിടെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഏതായാലും നിങ്ങൾ വന്നില്ലേ, നിങ്ങൾക്ക് സീറ്റ് തരാമെന്ന് പറഞ്ഞ് ഇവിടെ സീറ്റിൽ ഇവിടെ കയറ്റിയത്. ഞാൻ പോരുന്ന വഴി അറിയില്ല. അപ്പോൾ കണ്ടക്ടറോട് പറഞ്ഞു, അവിടെ വരുമ്പോൾ എന്നോട് പറയണം കേട്ടോ എന്ന്. പക്ഷേ ഞങ്ങൾ ഉറങ്ങി, കണ്ടക്ടർ മറന്നും പോയി. ഇവിടെ എത്തിയ സമയത്ത് ഈ സുഗന്ധം വന്ന് മുഖത്ത് വന്ന് അങ്ങോട്ട് അടിച്ച് ഉറങ്ങണ ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ പറഞ്ഞു, എടി വല്ലവരും വണ്ടി കയറിയോ, സ്ഥലമായി മാതാവ് വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കലവൂരാണ് അന്ന് വണ്ടി ഇറങ്ങി പിന്നിലേക്ക് ഇങ്ങോട്ട് വന്ന് ഇവിടെ വരുന്നവരെ ആ സുഗന്ധത്തിൻ്റെ ഇതുണ്ടായി. എനിക്ക് സീറ്റ് കിട്ടി. പിറ്റേ ദിവസം ആയപ്പോഴേക്കും എൻ്റെ ചുമ മാറി. അതിൻ്റെ പിറ്റേ ദിവസം വ്യാഴാഴ്ച, അന്ന് ഇവിടെ ടൈലാണ്, ഇങ്ങനെ ഇതൊന്നും മാറ്റിയിട്ടിട്ടില്ല. ഈ ടൈലിൽ ഞാൻ നിന്ന്, എനിക്ക് ടൈലിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല, നീർക്കട്ട. പക്ഷേ ഞാൻ ടൈലിൽ നിന്ന് ആ ഗ്രൂപ്പിൻ്റെ 10 ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിൻ്റെ ലീഡറായിട്ട് ഞാൻ ആ അഖണ്ഡ 1000 മണി ജപമാല ഞാൻ ലീഡ് ചെയ്ത് അത് ചൊല്ലി. അങ്ങനെ ആ ചുമയും മാറി. പിന്നെ ഒരു നന്മ നിറഞ്ഞ മറിയം ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടവകയിൽ ചെന്ന് സിംതേരിയിൽ ജപമാല തുടങ്ങി. ബുധനാഴ്ച ജപമാല തുടങ്ങി. പിന്നെ ഞാൻ ആൾക്കാർ പറഞ്ഞു കേട്ടപ്പോൾ ചേച്ചി എന്നെയും കൊണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ വണ്ടി വിളിച്ച് ആൾക്കാരെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഒത്തിരി എതിരുണ്ടായി. അപ്പോൾ 1 വർഷത്തോളം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇതൊരു ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലുള്ള സ്ഥലമായിട്ട് എനിക്ക് പ്രത്യേക വിവാഹ വിരുന്നിന് ഒരുങ്ങണ ആ ഉപമ എനിക്ക് മാതാവ് തന്നു. അങ്ങനെ ഒന്നും കൂടി പ്രചോദനം കിട്ടി. കൂടുതൽ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ ഉൾപ്രേരണ കിട്ടി. പിന്നെ എനിക്ക് ആ കൊല്ലത്തെ കൊന്ത ജപമാല റാലിയിൽ എനിക്ക് കൂടാമെന്നുള്ളൊരു ആഗ്രഹം. ഇത്രയും ഇനി വരാൻ പറ്റിയില്ലെങ്കിലോ, എന്നാൽ ഈ കൊല്ലം തന്നെ എനിക്ക് പോകണം. അപ്പോഴേക്കും എനിക്ക് പനി വന്നാൽ എങ്ങനെ പോരും? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ്, ഞാൻ ആരോടും പനി വന്നു പറഞ്ഞില്ല, ഏതു അറിയാത്തോളം നടന്നു, നല്ല പനിയാണ്. രാത്രി വണ്ടി വിളിച്ച്, മാതാവ് എനിക്ക് മേഘത്തണലൊക്കെ തന്നെ കേട്ടോ, എനിക്ക് പനി മാറണം കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് പോന്നു. ഞാനും അനിയത്തിയും കൂടി ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് പനി അങ്ങനെ കുറഞ്ഞു. അന്ന് ഞാൻ നടന്ന സ്ഥലത്ത് മുഴുവൻ ഒരു എയർ കണ്ടീഷൻ പോലത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. മാതാവ് കൂടെ നടന്ന് ആ ജപമാലയിൽ ആ ചേർത്തല വരെ എത്താനും അതിനുള്ള അനുഗ്രഹം തന്നു. അതിന് നന്ദി പറയുന്നു. അതുപോലെ മറ്റൊരു ഉടമ്പടി വെച്ചു. ഞാൻ എൻ്റെ അമ്മ ഒറ്റയ്ക്ക്. അപ്പോൾ അവിടെ കൂട്ടിനൊരു സഹോദരിനെ വാടകയ്ക്ക് ആ ഫാമിലി താമസിച്ചായിരുന്നു. അമ്മ മരിച്ചു. ആ വീട് വിൽക്കാനായിട്ട് അവർ പറയും, ആ വീട് അവരെടുത്തോളാന്ന്. അങ്ങനെ അന്ന് അവർ പൈസ അവർക്ക് കിട്ടി. പക്ഷേ അവർ സ്ഥലം മേടിക്കില്ല, വീട്ടിൽ നിന്ന് മാറിയില്ല. അങ്ങനെ 1.5 കൊല്ലത്തോളം ഞാൻ വിഷമിച്ചു. അപ്പോൾ വഴക്കില്ലാണ്ട് കാര്യങ്ങൾ തീരണല്ലോ. ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവർ അപ്പോൾ വിചാരിച്ചു, ഇനി അപ്പോഴേക്കും സ്ഥലത്തിൻ്റെ വിലയൊക്കെ കുറഞ്ഞു, ഇനി അങ്ങനെ വിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു അവർ പെയിൻറ്റിങ്ങിനെന്ന് പറഞ്ഞ് മാറി. ആ മാറിയ 1-2 ദിവസം കൊണ്ട് പെട്ടെന്ന് ആദ്യം എന്നോട് വിലയ്ക്ക് ചോദിച്ച ആ പാർട്ടി വന്ന് അതേ വിലയ്ക്ക് ചോദിക്കുകയും ഒരു വഴക്കില്ലാണ്ട് ഞാനൊന്ന് പ്രാർത്ഥിച്ചു. വാടകയ്ക്ക് കിടന്നവർ ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുമല്ലോ മാതാവിനോട്. അവർക്ക് നല്ലൊരു സ്ഥലം കിട്ടി. അവർ നല്ല വീട് പണിയാനും അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ 2 കൂട്ടർക്കും ഒരു പ്രശ്നമില്ലാണ്ട് ആ കാര്യം മാതാവ് എത്രയോ നന്നായിട്ട് സോൾവ് ചെയ്തു തന്നു. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് മക്കളുടെ അടുത്തേക്ക് സാംബിയയിലേക്ക് പോകും വഴി കോവിഡ് ബാധിച്ച് കഴിഞ്ഞ് അവിടെ ചെന്ന് വന്നപ്പോഴേക്കും കോവിഡായി. പുതിയൊരു സ്ഥലത്ത് ചെന്നു, ആകെ ബുദ്ധിമുട്ടായി. എന്തു ചെയ്യും? കോവിഡ് വന്നു. യൂട്യൂബ് ഫോണൊന്നും അത്രയും കൂടെ ശരിയാക്കി എടുക്കാൻ പറ്റണില്ല. അപ്പം വിഷമിച്ചു ഞാൻ. അവിടെ ചെന്ന് എന്തെങ്കിലും പറ്റിപ്പോയി എന്ത് ചെയ്യും ദൈവമേ എന്നുള്ള മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ കൊല്ലം 2020 നൊവേന മാതാവ് പ്രത്യക്ഷീകരണത്തിൻ്റെ ആ നൊവേന തുടങ്ങിയായിരുന്നു. അത് ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു 5-6 മാസത്തിലും കൂടുതൽ ചുമയ്ക്കും, കുഴപ്പമില്ല,
എന്ന് പറഞ്ഞു. ചുമച്ചിട്ട് വായ തുറക്കാൻ പറ്റാത്തത്ര ചുമയാണ്. ഈ യൂട്യൂബിൽ നൊവേന എടുത്ത് ഞാൻ കൂടി 5-ാമത്തെ ദിവസം എൻ്റെ ചുമയും മാറി, ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് സൗഖ്യമായി. ഞാൻ നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ അന്നാളിൽ കോവിഡ് വന്നവർക്ക് പിന്നെയും ചുമച്ചിട്ട് ആ ചുമ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ആ യൂട്യൂബിൽ നിന്ന് എടുത്തായാലും ആ നൊവേന കൂടി അതിൻ്റേതായി പ്രാർത്ഥിച്ചപ്പോൾ എനിക്കത് സൗഖ്യം കിട്ടി. ഇതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ നടക്കണ വഴിക്ക് മുഴുവൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന അതുപോലെ ഉത്തരം തരുന്ന മാതാവിനും ഉണ്ണീശോയ്ക്കും ഒത്തിരി നന്ദിയും സ്നേഹവും ഞാനിവിടെ അർപ്പിക്കുകയാണ്.